ഹായ് ഹലോ. ഷോപ്പിലോട്ട് പോവാ. വീടിന് ചുറ്റും റബ്ബർ മരമായതുകൊണ്ട് ചപ്പ് മൊത്തം വന്ന് വീണിട്ട് മണ്ണ് പോലും കാണാൻ പറ്റാത്ത വിധത്തിൽ ചപ്പ് അടിഞ്ഞിട്ടാണുള്ളത്. അത് ഉന്തി 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 ഷോപ്പിൽ പോകാൻ ഇറങ്ങുമ്പോഴത്തേക്കും ഒരു നേരമായി. നിങ്ങൾക്കുണ്ടോ ഇങ്ങനെ ഒരവസ്ഥ? അടിച്ചു വാരി കഴിഞ്ഞൊരു ഫോട്ടോ എടുത്ത് വെക്കണം. അടുത്ത കാറ്റ് വരുമ്പോഴത്തേക്കും പിന്നെ അതുപോലെയാവും. അങ്ങനെ ഞാൻ ഷോപ്പിലെത്തി, ഒരു നേരമായി. ചില്ലറ വർക്കൊക്കെ വന്നു, അതൊക്കെ കഴിഞ്ഞു. വൈകുന്നേരമായപ്പോൾ ജിമ്മിൽ വന്നതാണ് കേട്ടോ. ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നില്ല. ഇന്ന് നമ്മളെ ജിം ട്രെയിനറായിട്ടുള്ള വിനീഷേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, എന്തോ കാര്യമുണ്ട്, നീ ഒന്ന് ഇവിടം വരെ വരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കരുതി എന്തെങ്കിലും വീഡിയോ എടുക്കാനോ മറ്റോ ആയിരിക്കും എന്ന് കരുതി. നോക്കിയപ്പം ആയിരുന്നില്ല. എൻ്റെ മടി കാരണമാണ് ഞാൻ വരാത്തതെന്ന് ആൾക്കറിയാവുന്നത് കൊണ്ട് പോയി വർക്കൗട്ട് ചെയ്യ് എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അവിടെ നിന്ന് എങ്ങനെ ഇറങ്ങി ഓടുമെന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ നിന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നാളൊന്ന് മാറാൻ നിൽക്കുമായിരുന്നു ഞാൻ. എന്താണെന്നറിയില്ല, ഇപ്പോൾ ഭയങ്കര ഒരു മടി. അങ്ങനെ ആൾ മാറിയ സമയം നോക്കി ഞാൻ ബാഗ് എടുത്ത് സ്ഥലം വിട്ടു. ചെരുപ്പിടുന്ന ടൈം ആകുമ്പോഴത്തേക്കും ആൾ കണ്ടുപിടിച്ചു ഇറങ്ങിയാൻ പോകുന്നത്. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പതുക്കെ പുറത്തോട്ട് ഇറങ്ങി. ഇനി നേരെ വീട്ടിലോട്ടാണ്. ഇത് നമ്മളെ നെടുമ്പുകലി ടൗണാണ് കേട്ടോ. അവിടെ നിന്ന് പിന്നെ നേരെ ബസ്സൊക്കെ കയറി വീട്ടിലോട്ട്. വീട്ടിലെത്തി. വീട്ടിൻ്റെ വഴിയാണ് കേട്ടോ ഇത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ കറുത്ത ഡിസൈനുള്ള ചേമ്പല? നല്ല ഭംഗിയുണ്ട് എന്താണെങ്കിലും കാണാൻ. എൻ്റെ വീട്ടിലോട്ട് പോകുന്ന ഒരു വഴിയാണ് കേട്ടോ. രാവിലെ ഞാൻ അടിച്ചു വാരി വൃത്തിയാക്കിയ മുറ്റമൊക്കെ വീണ്ടും ഇലകളാൽ നിറഞ്ഞിട്ടുണ്ട്. വീട് തീരാറായോ, ഇനിയും കുറേ ഉണ്ടോ എന്നാണ് ഞാനീ നോക്കുന്നത്. അങ്ങനെ വീട്ടിലെത്തി അകത്ത് കയറി നോക്കുമ്പോൾ ഉണ്ട് ബെഡിലെല്ലാം മോൻ്റെ കലാപരിപാടികൾ. മഞ്ചാടിക്കുരു കുപ്പിവളയിൽ ഉള്ളിൽ വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ച് സമയം ഇവനെ കൊണ്ട് ടെസ്റ്റൊക്കെ വായിപ്പിച്ചതിന് ശേഷം അച്ഛൻ സഞ്ചാരം എന്ന് പറഞ്ഞ TV പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. അതും നോക്കിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. ഇവിടെ സീരിയലൊന്നും വെക്കാറില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ മാത്രമേ വെക്കാറുള്ളൂ. അമ്മയാണെങ്കിൽ ആരെയൊക്കെയോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. വൈകുന്നേരം ആകുമ്പോൾ അമ്മേൻ്റെ പരിപാടി ഇതൊക്കെയാണ്. ഇവിടെ ആരും സീരിയലോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും വെക്കാറില്ല. ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ മാത്രമേ ഉള്ളൂ.